വി.എസ്. സുജിത്ത് തന്നെ നമ്മുടെ ഉണ്ട്. സുജിത്ത് പറയട്ടെ. സുജിത്ത്, താങ്കളെ മർദ്ദിച്ച 4 പോലീസുകാരെ ശശിധരൻ, സന്ദീപ്, സജീവൻ, നുമാൻ, ഒരു SIയെയും 3 CPOമാരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഇതുവരെ വന്ന നടപടികളിലെ ഏറ്റവും വലിയ നടപടിയാണ്. ആശ്വാസകരമാണോ? ഒട്ടും ആശ്വാസകരമല്ല. കാരണം ഞാൻ ഉന്നയിച്ചിട്ടുള്ളത് 5 പേരെയാണ്, ഡ്രൈവറടക്കം ഉള്ള 5 പേരെയാണ് ഞാൻ ആദ്യമേ തന്നെ ഉന്നയിച്ചിട്ടുള്ള കാര്യം. അതിൽ 4 പേർക്കെതിരെ മാത്രമാണ് ഇപ്പോൾ സസ്പെൻഡ് ആയിട്ടുള്ളത്. നമ്മളെ ആവശ്യം എന്ന് പറയുന്നത് 5 പേരെയും സർക്കാരിൻ്റെ ജീവനക്കാരിൽ നിലയിൽ പിരിച്ചുവിടണം, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് നമ്മുടെ ആവശ്യം ഉണ്ടായിരുന്നത്. 5 പേരെയും. ഒരാളിപ്പോൾ വേറൊരു സർക്കാർ ജീവനക്കാരൻ. ഇതിൽ ഡ്രൈവറായിരുന്ന സുഹൈർ, അദ്ദേഹം പിന്നീട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായി ജോലിയിൽ പ്രവേശിച്ചു. അയാൾക്കെതിരെ തെളിവില്ല എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഉള്ളത്. ഈ ആളും മർദ്ദിച്ചതിൽ ഉൾപ്പെട്ടിരുന്നോ? ആൾക്കെതിരെ തെളിവില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ആളും ഈ ശശിധരനും ഉൾപ്പെടെ എന്നെ ഈ പേര് 4 പേരിലുള്ളതിൽ ശശിധരൻ ഈ CCTV തന്നെ മർദ്ദിക്കുന്നില്ല. ശശിധരൻ ഉൾപ്പെടെ ഈ 5 പേരും, ഈ ഷുഹൈർ അടക്കം 5 പേരും കൂടിയിട്ട് തന്നെ മേലെ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ മർദ്ദിക്കുന്നുണ്ട്. അതിൽ പേരുള്ള ശശിധരനും അതുപോലെ ഈ ഷുഹൈറും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ 5 പേരെയും നിയമത്തിൻ്റെ മുന്നിൽ നടപടിയായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു തീരുമാനം. ഇപ്പോൾ സുജിത്തെ, കോടതിയിൽ കൊടുത്ത അന്യായം അനുസരിച്ച് ഇവർക്കെതിരെയുള്ള നടപടികൾ, അതായത് ക്രിമിനൽ നടപടികൾ, ക്രിമിനൽ കേസ് എടുത്ത് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിയമപരമായ കാര്യം, ഈ മർദ്ദനത്തിന് എന്ത് ശിക്ഷ എന്ന കാര്യം സ്വാഭാവികമായും അങ്ങനെയാണ്. അതിൽ ആ കേസിലുള്ള ഫലമെന്ത് എന്നുള്ള നിലയ്ക്കായിരിക്കും. രണ്ടാമത്തേത് പോലീസിൻ്റെ വകുപ്പ് തല നടപടികളാണ്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് DGP കാര്യത്തിൽ നിയമോപദേശം തേടിയപ്പോൾ പിരിച്ചുവിടലടക്കമുള്ള നടപടികളാകാം. നേരത്തെ എടുത്ത നടപടി പോരാ എന്ന് ബോധ്യം വന്ന സാഹചര്യത്തിൽ പിരിച്ചുവിടലടക്കമാകാമെന്ന നിയമോപദേശം ലഭിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ ആ ഒരു നിലയിലേക്ക്, കാരണം മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആരും ഇതിനെ ന്യായീകരിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്തിട്ടില്ല. തീർത്തും നിരപരാധിയായ ഒരാളെ സ്റ്റേഷനിൽ വെച്ച് ഭേദ്യം ചെയ്ത ഒരു സംഭവമായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ഇത് ആത്യന്തികമായി പിരിച്ചുവിടലിലേക്ക് പോവുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ ഘട്ടമായിട്ട് ഇപ്പോൾ ഒരു സസ്പെൻഷനാണെങ്കിൽ കൂടിയിട്ട് അതിനെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ നമ്മുടെ ആവശ്യം എന്നുള്ളത് ഈ 5 പേരെയും സർക്കാരിൻ്റെ ജീവനക്കാരെ പിരിച്ചുവിടണമെന്നാണ് നമ്മുടെ ആവശ്യം. അത് അങ്ങനെയാണ് ആദ്യമേ മുതലുള്ള നമ്മുടെ. തീർച്ചയായിട്ടും. എന്തായാലും അതിന് ഒരുപക്ഷെ നടപടിക്രമങ്ങളുടെ ഒരു കാലതാമസം ഉണ്ടായേക്കാം. ഇപ്പോൾ സമരം നടക്കുകയാണ്. ഇന്ന് ശശിധരൻ്റെ വീട്ടിലേക്ക് തൃശ്ശൂരിൽ സമരം നടന്നു. ഇപ്പോൾ സുജിത്ത് നേരിട്ടിട്ടുള്ള വലിയ പീഡനം കേരളത്തിൽ മുഴുവൻ ചർച്ചയാവുന്നുണ്ട്. അത് ഒരാൾക്ക് നേരിട്ട പീഡനം എന്നുള്ളതിലുപരി നമ്മുടെ പൗരന്മാർ പോലീസിനാൽ ഇത്തരത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നിയമം പാലിക്കേണ്ട, ക്രമസമാധാനം നിർവഹിക്കേണ്ട പോലീസ് സംവിധാനം മർദ്ദനോപകരണമായി മാറുകയും അവരുടെ തന്നെ ഫ്രസ്ട്രേഷൻ ഈ യൂണിഫോമിൻ്റെ കയ്യൂക്ക് ഉപയോഗിച്ച് നിറവേറ്റുകയും ഒക്കെ ചെയ്യുന്നു എന്ന വിഷയം ഒരു പൊതുവിഷയമായി നമ്മുടെ മുമ്പിൽ വരികയാണ്. എന്തായാലും സസ്പെൻഷൻ എന്നുള്ള കാര്യം സ്വാഗതാർഹമാണ്, ആദ്യത്തെ നടപടി എന്നുള്ള നിലയിൽ എന്ന് പറഞ്ഞു. അതിനപ്പുറത്ത് ഈ വിഷയത്തിൽ അന്തിമമായ നീതി ലഭിക്കുന്നത് വരെ ഇക്കാര്യത്തിൽ പോരാട്ടം എന്നുള്ളതാണോ? ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? 2.5 വർഷം കാർത്തു നിന്നിട്ട് ഇപ്പോൾ ഒരു സസ്പെൻഷൻ, അതുപോലെ ഈ പൊതുജനത്തിൻ്റെ മുന്നിൽ ഇത്രയും വിശ്വസിച്ച് നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനിയും എത്ര വേണമെങ്കിലും ഈ പോരാട്ടത്തിൻ്റെ വിജയത്തിന് വേണ്ടി കാത്തിരിക്കാൻ നമ്മൾ തയ്യാറാണ്. പാർട്ടിപരമായിട്ടായി എല്ലാവരും പിന്തുണച്ചുകൊണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വിവരാവകാശ നിയമം അനുസരിച്ച് ഈ വീഡിയോയ്ക്ക് വേണ്ടി ഒരു പോരാട്ടം നടത്തിയത് കൊണ്ടാണ് എന്താണ് നടന്നത് എന്ന് ലോകം അറിഞ്ഞത്. അതിനു മുമ്പ് താങ്കൾക്ക് പരാതിയുണ്ട്, പോലീസ് അത് പരിശോധിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ അവർ കണ്ടതിന് ശേഷം അവർ നടപടിയെടുത്തിട്ടുണ്ട്. ആ നടപടി എന്ന് പറയുന്നത് നമുക്കറിയാം, അവരെ സ്റ്റേഷൻ മാറ്റുക മാത്രമായിരുന്നു. പിന്നെ 2 ഇൻക്രിമെന്റ് തടഞ്ഞു വെച്ചതും അത്രയേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ ദൃശ്യങ്ങൾ ലോകം കണ്ടപ്പോഴാണ് എത്ര ഭീകരമായ നിയമലംഘനമാണ് അവിടെ നടന്നത് എന്ന് ബോധ്യമാവുന്നത്. പോലീസിന് നടപടിയെടുക്കാതെ വേറെ വഴിയില്ലാത്ത അവസ്ഥയിൽ എത്തുകയാണ്. കാരണം ഇത്രയും വലിയൊരു നിയമലംഘനം ഒരു പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ട് ഞങ്ങൾ ഇൻക്രിമെന്റ് കട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോരല്ലോ. അപ്പോൾ ഈ ദൃശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം എങ്ങനെയായിരുന്നു? അത് എത്രമാത്രം പ്രാധാന്യമുള്ളതായിരുന്നു? അതിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടായി? ഇപ്പോൾ ഈ ആദ്യത്തെ നടപടി ഉണ്ടാകുന്ന വേളയിൽ അത് ജനങ്ങളോട് വിശദീകരിക്കാം താങ്കൾക്ക്. ആദ്യത്തെ തടസ്സം എന്ന് വെച്ചാൽ നമ്മൾ വിഷ്വൽ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു വിഷമം നേരിട്ടിരുന്നു. കാരണം ഇത് വിഷ്വൽസ് എങ്ങാനും എന്താ പറയുക, അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടാവും. കാരണം നമ്മൾ ആദ്യമേ തന്നെ ഈ അന്വേഷണ ചുമതലയുള്ള ഈ ഉദ്യോഗസ്ഥനെ നമ്മൾ അപേക്ഷ വയ്ക്കാനുണ്ടായിരുന്നു വിവരാവകാശം.
അപ്പോൾ അതിലത്തെ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്വേഷണ റിപ്പോർട്ടിൽ നമുക്ക് മറുപടി വന്നിട്ടുണ്ടായിരുന്നത് വ്യക്തമായിട്ട് അടിക്കുന്ന ദൃശ്യങ്ങൾ ഞാൻ പറയുന്ന മൊഴി പോലെ തന്നെയാണ് ആൾ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നത്. നേരെ കയറി വരുന്നു, അവിടെ വെച്ചിട്ട് കൂട്ടമായ മർദ്ദനം സംഭവിക്കുന്നു. അതിനുശേഷം സന്ദീപ് ചൂലെടുത്തുകൊണ്ട് മുകളിലത്തെ നിലയിലേക്ക് പോകുന്നു. സുജിത്തിനെ എല്ലാവരും കൂടി കൊണ്ടുപോകുന്നു. അഡീഷണൽ SP സേവ് സാർ വരെ പറയുന്നുണ്ട് അവിടെ സുജിത്ത് പറയുന്ന പ്രകാരം, പരാതിക്കാരൻ പറയുന്ന പ്രകാരം അവിടെ കുറ്റം ചെയ്തിരിക്കാം എന്ന് ആൾ തന്നെ വിശദീകരിച്ച് പറയുന്നുണ്ട് അതിൽ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഈ അന്നത്തെ CI മുതലേ ഉള്ള എല്ലാ മേലുദ്യോഗസ്ഥരും കണ്ടിട്ടുള്ളതാണ്. എന്നിട്ട് ഓരോ തവണയായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതായിരുന്നു. ആദ്യത്തെ ഘട്ടത്തിൽ പറഞ്ഞു അതിലൊരു പോക്സോ കേസ് ആ സമയത്ത് അവിടെ നടന്നുകൊണ്ട് അതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് തരാൻ സാധ്യമല്ല എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ. അതിന് ശേഷം വിവരാവകാശ സിറ്റിംഗ് ഒരു വർഷത്തിന് ശേഷം തൃശ്ശൂർ വെച്ച് നടന്നപ്പോൾ അന്നത്തെ ഒരു ദിലീപ് സാറ് എൻ്റെ ഒരു തീരുമാനമായിരുന്നു അത് പോക്സോ ഒഴിവാക്കിയിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന രേഖ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കണം എന്നായിരുന്നു. പിന്നീട് ഒരു ഹിയറിങ് 2 വർഷം, 1 വർഷം കഴിഞ്ഞിട്ടോ മറ്റോ വന്നപ്പോൾ പിന്നെ പറഞ്ഞു അത് കംപ്ലീറ്റ് സംസ്ഥാനമൊട്ടാകെ CCTV വിഷ്വൽസ് നഷ്ടപ്പെട്ടിരിക്കുന്നു, അതിൽ ഇതും കൂടി ഉൾപ്പെട്ടിട്ടുണ്ടാകുന്നു പിന്നീട് അന്നത്തെ CI എന്നുള്ള സാറ് ഹിയറിങ്ങിന് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഇത് പ്രിസർവ് ചെയ്തിട്ട് മാറ്റിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് കിട്ടാൻ ഈ പൊതുജനത്തിന് മുന്നിൽ അത്രയും വലിയൊരു എഫേർട്ട് എടുത്തതുകൊണ്ടാണ് പൊതുജനത്തിന് ഇതാണ് നടന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്.